ഹായ് ഡിയർവിൻസ്, എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. സെറ്റിന് 2024 ജനുവരിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറേ സെറ്റ് ഓഫ് പാറ്റേൺസ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രീവിയസ് സെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ബ്ലെസ്സിങ് ആണ് പ്രഡിക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. നമുക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ നെക്സ്റ്റ് എക്സാമിനേഷൻ എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. സോ ഹോട്ട്സ്പോട്ട് വി ആർ എക്സ്പെക്ടിങ് ഫോർ സെറ്റ് ഇംഗ്ലീഷ് 2K24. നോക്കാം നമുക്ക്. ഇത് തന്നെ വരും എന്നല്ല, ദ പാറ്റേൺ വിൽ ബി സെയിം. ഈ ഏരിയ ടച്ച് ചെയ്ത് പോയിട്ടുണ്ടാകും. കുറച്ച് ഏരിയാസ് ഒക്കെ നമുക്കറിയാം. അത് ചോസർ, ഡ്രൈഡൻ, ഷേക്സ്പിയർ, ആർണൾഡ്, തോമസ് ആർഡി, പിന്നെ നമ്മുടെ വോൾട്ട് വിറ്റ്മൻ, അങ്ങനത്തെ കുറച്ച് റൈറ്റേഴ്സ് ഇസ് വെരി കോമൺ. എല്ലാ പ്രാവശ്യവും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുണ്ട്. കീപ് ഇറ്റ് അപ്പാർട്ട്. അതല്ലാതെ വരുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഹോട്ട്സ്പോട്ട്, ചൂടേറിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഇല്ലാതെ വരില്ല. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഭാഗങ്ങൾ നമ്മൾ കൃത്യമായി നോക്കിയിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഒരു 8, 10, 15 മാർക്കുകൾ നമുക്ക് ഉറപ്പിക്കാനായിട്ടും സാധിക്കും. ദ ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയ is linguistics. Second one is structure, features, opening, closing, and famous phrases in poetry. Famous works, famous writers, literary genre of works and literary trends and new trends and literature. അത് ക്രിറ്റിസിസം ഭാഗത്തു നിന്നുള്ള ഒരു ഏരിയ ആണ്. നിങ്ങൾക്കറിയാം, ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾ എല്ലാം തന്നെ ഐ കളക്റ്റഡ് ഫ്രം എ സിംഗിൾ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ. ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും റെഫർ ചെയ്യാണ്ട് ഒറ്റ സിംഗിൾ സെറ്റിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ഏരിയാസ് എടുത്തിട്ടുള്ളത് ബൈ റെഫറിങ് സെവറൽ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. സോ നോക്കാം. കാരണം ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്റ്റ് ചെയ്യാൻ കാരണം നിങ്ങൾ അതൊന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു തരാനാണ്. ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമുക്ക് ഈ ഭാഗത്ത് ഇത്രയും ക്വസ്റ്റ്യൻസ് വരും എന്ന് കാണിക്കാനായിട്ടാണ് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുള്ളത്. പക്ഷേ ഏരിയാസ് ഓപ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ടുമുണ്ട്. Linguistics, language teachers ആണ്. So linguistics is very, very important. The first language interference refers to the interference of dash in learning a dash language, native language and second language. The process by which a certain sound is replaced by another under the influence of the third sound. ഒരു third soundന്റെ ഇൻഫ്ലുവൻസിൽ ഒരു സൗണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ that is called as assimilation. ഇതുപോലെ കുറച്ച് ടേംസ് ഉണ്ട് ലിംഗ്വാസ്റ്റിക്സിൽ. ഒരുപാട് ടേംസ് നമുക്ക് പഠിക്കാനായിട്ട് നമുക്കറിയാം. നമ്മൾ പല ക്ലാസ്സുകളിലും നമ്മുടെ അക്കാഡമിയുടെ നമ്മൾ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകളിൽ നമ്മൾ ഈ ടേംസിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ ഒരു കാര്യം എടുത്ത് പറയുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പഠിച്ചിട്ട് പോകാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ റൈറ്റേഴ്സ്, അവരുടെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്, ഇയർ ഓഫ് പബ്ലിക്കേഷൻസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഒന്നും പഠിച്ചിട്ട് പോകാൻ പറ്റില്ല. കുറേയൊക്കെ നോക്കിയിട്ട് പോകാനേ പറ്റത്തുള്ളൂ. പക്ഷെ ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഏരിയ ഒക്കെ നമുക്ക് ഫുള്ള് കവർ ചെയ്തിട്ട് പോകാൻ പറ്റും. ഓക്കെ, എലിക്ഷൻ, അസിമുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ ഫ്രീ വേരിയേഷൻസ്, ക്രയോള്, പിജിന്, ഡയലക്റ്റ്, ഇഡിയോലക്റ്റ്, സോഷ്യോലക്റ്റ്, ക്ലാസ് ഡയലക്റ്റ്, കാസ്റ്റ് ഡയലക്റ്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ആ ടേംസ് എല്ലാം തന്നെ പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് ഒരു 5 മാർക്ക് ഷുവർ ആയിട്ടും കിട്ടും. ഓക്കെ, ദ സൗണ്ട്സ് മെയ്ഡ് ബൈ ഹോൾഡിംഗ് ദ ലിപ്സ് ടുഗെദർ ദെൻ റിലീസിങ് സജസ് എസ് ഹ ആൻഡ് ഭ. ഹ ആൻഡ് ഭ ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? ആക്ച്വലി നമുക്ക് ആർട്ടിക്കുലേഷൻ്റെ ബേസിസിലും മാനർ ഓഫ് ആർട്ടിക്കുലേഷൻസിൻ്റെ ബേസിസിലും പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ്റെ ബേസിസിലും മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ്റെ ബേസിസിലും ഡിഫറൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസിനകത്തുനിന്ന് ലേബിയൽ, ബൈലേബിയൽ, നേസൽ ആൻഡ് ഒവ്യൂളാർ സൗണ്ട്സ് ആണ് ചോദിച്ചേക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ബൈ ഹോൾഡിംഗ് ലിപ്സ് ടുഗെദർ, അതുകൊണ്ടാണ് നമ്മൾ ബൈലേബിയൽ എന്ന് പറയുന്നത്. പേവും ബേവും പ്ലോസീവ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പൊ നിങ്ങൾ മാനർ ഓഫ് ആർട്ടിക്കുലേഷനും പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷനും പഠിച്ചിട്ട് പോകണം. സെക്കൻഡ് വൺ ഈസ് മാത്സ് ഫോർ മാത്തമാറ്റിക്സ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ക്ലിപ്പിംഗ് ആണ്, ഷോർട്ടനിങ് ആണ്. ലബോറട്ടറി, ലാബ് എന്ന് നമ്മൾ പറയാറുണ്ട്. എക്സാമിനേഷൻ, നമ്മൾ എക്സാം എന്ന് പറയാറുണ്ട്. ഇതെല്ലാം ക്ലിപ്പിങ്ങിന് എക്സാമ്പിൾസ് ആണ്.
ഇങ്ങനത്തെ വേർഡ് ഫോർമേഷൻ ടെക്നിക്സ്, ക്ലിപ്പിംഗ്, എക്രോണമി, ബ്ലെൻഡിങ്, കൺവേർഷൻസ്, കോമ്പൗണ്ടിങ്, ഇങ്ങനത്തെ വേർഡ് ഫോർമേഷൻ ടെക്നിക്സ് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. അതുപോലെ ഗ്രിംസ് ലോ, വേർണേഴ്സ് ലോ, അതുപോലെ നമ്മുടെ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലി പഠിച്ചിട്ട് പോകണം. പിന്നെ ഇതിനകത്ത് നിന്ന് ലിംഗ്വിസ്റ്റിക്സിന്റെ ഭാഗത്ത് പോലെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് പെഡഗോജിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പെഡഗോജിക്കൽ ക്വസ്റ്റ്യൻസ് ആർ ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 15 മുതൽ 20 ചോദ്യങ്ങൾ വരെ ലിംഗ്വിസ്റ്റിക്സും മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങും നമ്മുടെ തിയറീസ് ഓഫ് ലേണിംഗ്, അതുപോലെ ഓഡിയോ ലിംഗ്വൽ മെത്തേഡ്സ്, ടീച്ചിങ് എയ്ഡ്സ്, ഇവാലുവേഷൻസ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഈ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു 15 ചോദ്യങ്ങൾ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. അത് നമുക്ക് ഷുവറായിട്ട് പഠിച്ചിട്ട് പോകാൻ പറ്റുന്ന ഏരിയാസുമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഹോട്ട്സ്പോട്ട് വിട്ടുകളയരുത്. നെക്സ്റ്റ് വൺ ഇസ് സ്ട്രക്ചർ, ഫീച്ചർ, ഓപ്പണിംഗ്, ക്ലോസിംഗ് ആൻഡ് ഫേമസ് ഫ്രേസസ് ഇൻ പോയിട്രി. ഇതിൽ ഏതെങ്കിലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. എപ്പോഴും പോയിറ്റിലെ ലൈൻസ് ഉള്ള ഒരു 5 ചോദ്യങ്ങളെങ്കിലും മിനിമം വരാറുണ്ട്. അതിന് എക്സാമ്പിൾസ് എന്താണ് കൊടുത്തിട്ടുള്ളത്? The lines of morning breaks with crescent, we know how it will end. We must black out the sun and hide awkward in air raid. Wilfred Owen's poem are notable for its experiments in assonance. ഇതൊരു ഫീച്ചർ റിലേറ്റഡ് കാര്യമാണ്. അതുപോലെ നമുക്കിങ്ങനെ ആ പോയത്തിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള റൈം സ്റ്റാൻസ്, റൈം സ്കീം ഒക്കെ ചോദിക്കാറുണ്ട്. Thus thou we cannot make our son stand still, yet we will make him run. These are the closing lines. പ്രത്യേകം എടുത്തു ചോദിച്ചിട്ടുണ്ട്. ക്ലോസിംഗ് ലൈൻസ് ഓഫ് ടു ഹിസ് കോയ് മിസ്ട്രസ് ആണ്. അപ്പോൾ ഒരു പോയട്രിയുടെ ഓപ്പണിംഗ് ലൈൻസും ക്ലോസിംഗ് ലൈൻസും ഫീച്ചേഴ്സും സ്ട്രക്ചറും ഫേമസ് ഫ്രേസസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. The rhyming of Shakespeare and sonnet. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് AB, ABCD, CD, EF, EF and GG. Temple is a collection of poem by George Herbert, who referred to as Felix Culpa in Paradise Lost. നമ്മൾ പറഞ്ഞല്ലോ ഫ്രേസസ് വരാറുണ്ടെന്ന് പറഞ്ഞില്ലേ. Fall of Man. Lyrical ballads which opens with the poem Rhyme of Ancient Mariner, which closes with the poem of Tintern Abbey by Wordsworth. കോളറിജിന്റെ പോയത്തിൽ ആരംഭിക്കുകയും വേർഡ്സ്വർത്തിന്റെ പോയത്തിൽ അവസാനിക്കുകയും ചെയ്യുന്ന ഒരു കളക്ഷൻ ഓഫ് പോയിട്രീസ് ആണ് ലിറിക്കൽ ബാലഡ്സിൽ ഉള്ളത്. ഇങ്ങനത്തെ ചില ഫീച്ചേഴ്സും ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. We look before and after and pine for what is not. These are lines written by PB ഷെല്ലി. നമുക്കിപ്പോൾ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഷെല്ലി, ബൈറൺ, കീറ്റ്സ്, വേർഡ്സ്വർത്ത്, കോളറിഡ്ജ്, ഷേക്സ്പിയർ, അലക്സാണ്ടർ പോപ്പ്, മാത്യു ആർണൾഡ്, ഡ്രൈഡൻ, ഇവരുടെ ഒക്കെ പോയിട്രീസ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അതേപോലെ ടെഡ് ഹ്യൂസ്, സിൽവിയ പ്ലാത്ത്, ഇന്ത്യൻ ഇംഗ്ലീഷിലേക്ക് പോകാൻ നിസ്സെ മെസ്സിക്കൽ, കമല ദാസ്, അങ്ങനത്തെ ഔരവ് ബിന്ദു, AK രാമാനുജൻ, ഈ പറയുന്ന റൈറ്റേഴ്സിന്റെ ഒക്കെ പോയിട്രീസിന്റെ, മിൽട്ടൺ, ഇവരുടെ ഒക്കെ പോയിട്രീസിന്റെ ബിഗിനിങ്ങും ക്ലോസിങ്ങും എസ്പെഷ്യലി ഫ്രേസസ് നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ടത് വാർ പോയിറ്റ്സിനാണ്. വിൽഫ്രഡ് ഓവന്റെയും അങ്ങനത്തെ വാർ പോയിറ്റ്സിലെയാണ് നിങ്ങൾ ആ ഒരു ഫ്രേസസ് ഒക്കെ നോക്കിയിട്ട് പോകേണ്ടത്. അതേപോലെ WB എഡ്സിന്റെയും അവരുടെയൊക്കെ പോയിട്രി അകത്തുള്ള ഫ്രേസസ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. The poem ends with a line, thus better to have loved and lost than never to have loved at all. In memoriam. ആദർ ഹെൻറി ഹാലത്തിന്റെ ഒരു വർക്ക്, എന്താ പറയുക, അതിനു വേണ്ടി എഴുതിയിട്ടുള്ള ഒരു വർക്കാണ് ഇൻ മെമ്മോറിയം. ടെന്നിസന്റെ വർക്കാണ്. ദ ഫസ്റ്റ് കളക്ഷൻ ഓഫ് പോയിംസ് ബൈ ഫിലിപ്പ് ലാക്കിംഗ്, നോട്ട്ഷിപ്പ്. നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പോയട്രിയുടെ ലൈൻസ് ഇമ്പോർട്ടൻസ് ആണ്, അതിന്റെ സ്ട്രക്ചർ ഇമ്പോർട്ടൻസ് ആണ്, ഓരോ വർക്ക്സിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള സ്റ്റൈലുകൾ ഇമ്പോർട്ടൻസ് ആണ്. നമുക്കിതെല്ലാം ഒന്നും പഠിച്ചിട്ട് പോകാൻ പറ്റില്ല, ഇറ്റ്സ് നോട്ട് പോസിബിൾ. പക്ഷെ നമുക്ക് കുറച്ച് നമ്മുടെ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് കുറച്ച് കാര്യങ്ങൾ ഫിൽട്ടർ ചെയ്തിട്ട് കുറച്ച് റൈറ്റേഴ്സ്, ഓക്കെ ഇവരെല്ലാം തന്നെ എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന റിപ്പീറ്റഡ് റൈറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ ഈ വർക്ക്സിനെ കുറിച്ച് ചോദ്യങ്ങൾ റാൻഡംലി വരാറുണ്ട്, അങ്ങനെയൊക്കെ കണ്ടെത്തിയിട്ട് ഒരു സെൽഫ് പ്രിപ്പറേഷൻ നടക്കുന്നത് നല്ലതായിരിക്കും. ഫേമസ് വർക്ക്സ് ആൻഡ് ഫേമസ് റൈറ്റേഴ്സ് നിങ്ങൾക്കറിയാം, ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇറ്റ്സ് നോട്ട് imaginable, അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. Author of Renaissance studies in art and poetry, Walter Peter. Modern painters is a monumental work completed in around 17 years by Ruskin. An imaginary life is a recreation of life of Ovid. Philip Larkin's first novel, Jill. ലിറ്റററി ജോണർ, ഇത് എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ് ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പല ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാറുണ്ട്. ദ ജേർണി ഓഫ് ജോൺ കിൽബിൻ വാസ് എ ഡാഷ് റിട്ടൺ ബൈ, ഇറ്റ്സ് എ ബാലഡ് ഫോം റിട്ടൺ ബൈ കൂപ്പർ.
നമുക്ക് ഇങ്ങനത്തെ ലിറ്റററി ജോണർ ഓഫ് വർക്ക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പ്രാവശ്യവും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ന്യൂ ട്രെൻഡ്സ് ഇൻ ലിറ്ററേച്ചർ, ഇത് ക്രിറ്റിസിസം ഭാഗമാണ്. ഇതും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂ ട്രെൻഡ്സ് മാത്രമല്ല, ക്ലാസിക്കൽ ലിറ്ററേച്ചറും ഇമ്പോർട്ടൻറ്റ്. ക്ലാസിക്കൽ ക്രിറ്റിസിസം ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. Communicative rationality is associated with Jürgen Habermas. Freud's interpretation of dreams was published in 1900. The second wave feminism started in the United States with the publication of Feminine Mystique, who said the gender is performatively constituted by the expression that are said to be its result. Judith Butler. അപ്പോൾ കുറച്ച് ഏരിയാസും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഇതേപോലെ റിപ്പീറ്റ് ചെയ്യും എന്നല്ല നമ്മൾ പറയുന്നത്, പക്ഷെ ഈ ഒരു ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഈ ഏരിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലിംഗ്വിസ്റ്റിക്സും ക്രിറ്റിസിസവും അതുപോലെ ഈ പോയിട്രിയുടെ ഈ ഓപ്പണിംഗ് ലൈൻസും ക്ലോസിംഗ് ലൈൻസും ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വളരെയധികം പ്രാധാന്യം ചെയ്യും. സോ മറക്കാതെ ഈ ഏരിയാസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.